Hi friends, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ ആണ്. അപ്പോൾ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെരിഞ്ചീരകം ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ചൂടായതിനു ശേഷം നമ്മൾ അതെടുത്ത് നേരെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കുരുമുളകാണ്. അതും നമ്മൾ നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഇനി അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഉള്ളിയാണ്. അത് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഉള്ളിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പച്ചമുളകും ആവശ്യമുണ്ട്. പച്ചമുളക് ഈ ഒരു സൈസിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് വെച്ചാൽ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പണിയെന്ന് വെച്ചാൽ ഇതെല്ലാം കുക്ക് ചെയ്യലാണ്. അതിനായി ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം വെളിച്ചെണ്ണ കുറച്ചൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എൻ്റെ വറ്റൽമുളക് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക. ഓക്കെ, അപ്പം മുളകെല്ലാം നല്ല രീതിയിൽ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. എൻ്റെ നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഉള്ളി നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ പൊടിച്ചെടുത്ത ആ ഒരു പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കുരുമുളക് പൊടിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എല്ലാ മസാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ആ ഒരു ചിക്കൻ പീസെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ആ ഒരു മസാലയെല്ലാം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒന്നും കൂടി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഉള്ളിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഇതിൽ ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ഒരു ചെറുനാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇതൊന്ന് വേവിക്കാൻ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പെപ്പർ ചിക്കൻ ഇവിടെ നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അത് തണിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്ത പണിയെന്ന് വെച്ചാൽ ഇതൊന്ന് സെർവ് ചെയ്തിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ പെപ്പർ ചിക്കൻ എന്ന് വെച്ചാൽ ഇവിടെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ നല്ല എരിവും കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ